പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അയ്യൻകുട്ടനെ കുറേ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോവുകയാണ്. രാജേട്ടനും അതുപോലെ തന്നെ ജോസഫും പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ എല്ലാം ഇടിച്ചിട്ടിട്ട് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ നേരത്ത് പെട്ടെന്നൊരു കാറ് കൊണ്ടുവന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് വിക്രവും വേദയെ ഇറങ്ങി വരികയാണ്. വിക്രത്തെ വേദയെ കാണുമ്പോഴത്തേക്ക് രാജേട്ടനും അതുപോലെ തന്നെ ജോസഫും ഞെട്ടുന്നുണ്ട്. ഇവരെന്താ പെട്ടെന്ന് ഇവിടേക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ ഓടി വന്ന് ഗുണ്ടകളെയൊക്കെ നന്നായിട്ട് അടിച്ച് ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് അനിയൻകുട്ടനെ അവരെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വേദയും അതിൽ പല ഗുണ്ടകളും ആക്രമിക്കാനൊക്കെ വരുന്നുണ്ട്. വേദയും പിടിച്ചു മാറ്റാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയൊക്കെ നടക്കുന്നുണ്ട്. അവസാനം കുറേ അടി കൊണ്ടതിന് ശേഷം ഗുണ്ടകളെല്ലാം ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ രാജേട്ടൻ ചോദിക്കുകയാണ്, നീ വേദയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെന്ന് ജോസഫ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം നീ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, രാജേട്ട, വിക്രം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. പക്ഷേ ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ആ ഒരു സാഹചര്യമായി എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രാജേട്ടനും ജോസഫും ഞെട്ടുകയാണ്. വേദയുടെ വീട്ടിലോ? ആ, വേദയുടെ വീട്ടിൽ തന്നെ ആണെന്ന് വിക്രം പറയാണ്. പക്ഷേ ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ആ വീട്ടിലുണ്ടെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, എന്നെ തിരക്കി ഇപ്പം പോലീസോ അവരുടെ ആങ്ങളെയൊക്കെ ഇപ്പം തിരക്കി ഇറങ്ങിക്കാണും. എങ്ങനെയെങ്കിലും അവർക്ക് എന്നെ പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോഴും അനിയൻകുട്ടനാണെങ്കിൽ ഇങ്ങനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പിച്ചിമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം വന്നിട്ട് അനിയൻകുട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയുടെ അനിയൻകുട്ട, നിനക്ക് എന്ത് പറ്റി? നീ എന്ന് ആരെയും എവിടെ കണ്ടത്? നിനക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അനിയൻകുട്ടനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജേട്ടൻ പറയാണ്, ആ കാഴ്ച അവനെ ആകപ്പാടെ തളർത്തിയെന്ന് തോന്നുന്നു. അവന് വ്യക്തമായിട്ടറിയാം ആരാണ് അന്ന് ആ കൊലപാതകം നടത്തിയതെന്ന് അവൻ കണ്ടിട്ടുണ്ടെന്ന് ജോസഫും പറയുന്നുണ്ട്. അപ്പം വിക്രം പറയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഇവന് വ്യക്തമായിട്ട് ആളെ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായത്. എങ്ങനെയെങ്കിലും അനിയൻകുട്ടനെ അവർ തട്ടിക്കൊണ്ട് പോകാൻ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കും. കാരണം അവരുടെ അടുത്ത തെളിവാണ് അനിയൻകുട്ടൻ. ഒരു തെളിവായിരുന്ന പുളിക്കനെ അവർ ഇല്ലാതാക്കി. ഇനി അടുത്ത അനിയൻകുട്ടനെയാണ് അവർ ലക്ഷ്യം വെച്ചേക്കുന്നതെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇനിയും അവർ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ജോസഫ് ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇവനെ എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ദൂരേക്ക് എങ്ങോട്ടെങ്കിലും മാറാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് പണിയുകളുണ്ട്, കുറച്ച് കാര്യങ്ങളുടെ മനസ്സിലാക്കി അതിന് കൃത്യമായ തെളിവുമായിട്ടേ ഞങ്ങൾ വരുത്തുള്ളൂ. കാരണം ആ കൊലപാതകി ഇതിൻ്റെ പുറയിൽ കളിക്കുന്ന ആരെയായാലും പുറത്ത് കൊണ്ടുവരിക, അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്ന് വിക്രം പറയാണ്. ഇവരെ ഞങ്ങൾ ഒളിവിലായിരിക്കും എന്ന് വിക്രം പറയാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ അനിയൻകുട്ടനെയും കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് വിക്രം പറയാണ്. വേദ പറയാണ്, ഇപ്പം പോലീസ് പിടിയിലായി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും. അവർക്ക് നല്ല പോലീസിലൊക്കെ നല്ല പിടിപാടുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വരുണിൻ്റെ കൊലപാതകം വിക്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കും. പിന്നെ വിക്രത്തിന് പുറം ലോകം കാണാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ്. രാജേട്ടൻ പറയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണം. അതൊക്കെ ആലോചിക്കണം രാജേട്ട, എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് വിക്രം പറയാണ്. അത് ഒരു സ്ഥലം കണ്ടെത്തണം എന്ന് മാത്രമേ വിക്രം പറയുന്നുള്ളൂ. അപ്പോൾ വേദ പറയാണ്, നിങ്ങളാരും ഭയപ്പെടേണ്ട, വിക്രത്തിൻ്റെ കൂടെ ഞാനുണ്ട്, വിക്രത്തിൻ്റെ കൂടെ ഞാനും പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, വേദ എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഈ യാത്ര ഒരു അപകടം പിടിച്ച യാത്രയാണ്, എപ്പോൾ വേണമെങ്കിലും അവരെ കയ്യിൽ പെടാമെന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഒരിക്കലും ഇല്ല, ഇനി വിക്രത്തെ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല, ഞാനും കൂടെ ഉണ്ട്, എന്താപത്തിനായാലും നമ്മളിനി ഒരുമിച്ച് ഉള്ളെന്ന് പറയാണ്. അപ്പോൾ ജോസഫ് പറയാണ്, വേദ വരുന്നത് നല്ലതാ വിക്രം, എപ്പോഴും നിൻ്റെ കൂടെ ഒരാളുള്ളത് നല്ലതാണെന്ന് ജോസഫും പറയുകയാണ്. അപ്പം അങ്ങനെ വേദയും വിക്രവും കൂടെ ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ അനിയൻകുട്ടനെ അവിടുന്ന് മാറ്റണം. അതുകൊണ്ട് അനിയൻകുട്ടനെയും കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അനിയൻകുട്ടനെ അവിടെ നിർത്തിയിട്ട് പോയാൽ എന്തായാലും അവർ കൊല്ലുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് വിക്രവും വേദയും കൂടെ രാശക്കുട്ടിന് തയ്യാറെടുക്കാൻ വേണ്ടി ഒരു ഇടം തേടി അവർ യാത്രയാവുകയാണ്. അപ്പം ചേട്ടൻ പറയുന്നുണ്ട്, ജോസഫേ, വിക്രത്തിനെ പേടിക്കേണ്ട, കൂടെ വേദയുണ്ട്, അതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ സമാധാനമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ശ്രീകാന്ത് ചന്ദ്രശേഖരന് ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രം ഒരിക്കലും വേദയുടെ മുറിയിൽ കാണുമെന്നോ അല്ലെങ്കിൽ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്നോ വിക്രത്തെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരുന്നു ചന്ദ്രശേഖരൻ. ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, ഇനി ഈ സിറ്റി വിട്ട് അവൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പിടിക്കണം. കാരണം ഈ സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണം. ഇവന്മാരവിടെ പോയിട്ട് വെറുതെ ആയിപ്പോയി, ആ അനിയൻകുട്ടനെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത്. അതിലൊരാൾ പറയുന്നുണ്ട്, അത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വിക്രം ഞങ്ങളെ അടിച്ചൊതുക്കിയിട്ട് അനിയൻകുട്ടനെ രക്ഷിച്ചെന്നാണ് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രശേഖരൻ്റെ അടുത്ത്. ശ്രീകാന്ത് പറയാണ്, അന്നേരം അവൻ അവിടെ എത്തിയിട്ടുണ്ട്,
അപ്പോൾ ഇപ്പോൾ അവർ എവിടെയാണെന്ന്, വേദയും വിക്രമും എങ്ങോട്ട് പോയേക്കുവാണെന്ന് കൃത്യമായിട്ട് ജോസഫിനും രാജൻ എന്ന് പറയുന്ന അയാൾക്കും അറിയാമായിരിക്കുമെന്ന് ശ്രീകാന്ത് പറയുകയാണ്. ചന്ദ്രശേഖരൻ പറയാണ്, അതെ അവർക്കറിയാം, അവരെ പൊക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്രയും പെട്ടെന്ന്. ഇന്ന് തന്നെ അവരെ പിടിക്കണം. അവനെ പോലീസ് പൊക്കിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പം കുടുങ്ങും. മാത്രവുമല്ല നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പെട്ടെന്ന് കുഴഞ്ഞു മറിയുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് ചന്ദ്രശേഖർ പറയാണ്. അതുകൊണ്ട് തന്നെ ആ CA ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ അവർ രണ്ടിനെയും പൊക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. എന്നിട്ട് പുതിയ പദ്ധതികളൊക്കെ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ ആലോചിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗുണ്ടകളൊക്കെ ചേർന്ന് രാജേട്ടനെയും ജോസഫിനെയും പിടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഒരു ഗോഡൗൺ പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുവന്ന് കെട്ടിയിടുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രശേഖരനും അതേപോലെ തന്നെ ശ്രീകാന്തും വരികയാണ്. ശ്രീകാന്ത് ഒരു കൊലച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പം വന്നിട്ട് പറയാണ്, വിക്രവും വേദയും എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പം രാജേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറയാണ്. നിങ്ങളെ കാണാൻ എന്തായാലും അവർ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവർ എങ്ങോട്ട് പോയെന്ന് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി. അത് മാത്രം നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്ന് ശ്രീകാന്ത് പറയണം. അപ്പോൾ ജോസഫ് പറയാണ്, ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളെ കാണാൻ വന്നെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ അവരെങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഗുണ്ടകളെ കൊണ്ട് വീണ്ടും രാജേട്ടനെയും ജോസഫിനെയും അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് CI വരികയാണ്. CI വരുമ്പം കാണുന്നത് ഇവരെ കെട്ടിയിട്ടേക്കുന്നതാണ്. CI വന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അവന്മാർ വല്ലതും പറഞ്ഞോ? ഇല്ല, അവന്മാരൊന്നും പറഞ്ഞിട്ടില്ല, അവന്മാർക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നതെന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, പഠിച്ച കള്ളന്മാരാ, അവന്മാർ ഒറ്റത്തില്ല, അവന്മാർ ആത്മാർത്ഥ കൂട്ടുകാരല്ലേ, അതുകൊണ്ട് ഒറ്റത്തില്ല, എവിടെ ആണെങ്കിലും അവന്മാർ പറയത്തില്ല എന്ന് പറയാണ്. അപ്പോൾ CI പറയാണ്, നല്ല 2 കൊടുത്തു കഴിഞ്ഞാൽ ഏതവനായാലും സത്യം പറയും, 2 കൊടുത്താൽ ഉള്ള സത്യങ്ങളെല്ലാം പുറത്ത് വരുമെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ആ ഗുണ്ടകളെ കൊണ്ട് വീണ്ടും രാജേട്ടനെയും ജോസഫിനെയും അടിച്ചൊരു പരുവാക്കി ഇടുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും അറിയത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, ഇവന്മാരൊന്നും പറയത്തില്ല. ശ്രീകാന്ത് പറയണേ, ഇവന്മാർക്ക് അറിഞ്ഞുകൂടാന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ പോകാൻ വഴിയില്ല. കാരണം ഇവന്മാരെ ആരെങ്കിലും പൊക്കുമെന്നും ഇവന്മാർ ചിലപ്പോൾ സത്യം പുറത്ത് പറയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പറഞ്ഞ് കാണത്തില്ല എന്ന് പറയാണ്. അപ്പോൾ CI പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ഈ സിറ്റിയിൽ തന്നെ കാണുമെന്ന്, എന്തായാലും അവനെ ഞങ്ങൾ പൊക്കിയിരിക്കുമെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, ഇവിടെ നിന്ന് വാചകം അടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇന്ന് രാത്രി തന്നെ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ടേ വിടത്തുള്ളൂ. ഏതെങ്കിലും വണ്ടിയിൽ അവർ രക്ഷപ്പെടാൻ നോക്കും. എന്തായാലും ഇത്രയും സമയം കൊണ്ട് ഈ സിറ്റി വിട്ട് പുറത്ത് പോകാനുള്ള ചാൻസ് കുറവാണ്. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് അവർ രണ്ടരെ പിടികൂടാൻ പറ്റുമെന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അപ്പോൾ CI പറയാണ്, ചന്ദ്രശേഖര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇന്ന് രാത്രി തന്നെ അവരെ പിടികൂടും തന്നെ CI പറയുകയാണ്. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും ഇവന്മാരെ പുറത്ത് വിടണ്ടെന്ന് ചന്ദ്രശേഖരൻ പറയാണ്. ഇവന്മാരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, അതിന് ശേഷം ഇവന്മാരെ പുറത്ത് വിട്ടാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും അതുപോലെ ചന്ദ്രശേഖരനും അങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ CI ആണെങ്കിൽ രാത്രിയിലാണെങ്കിൽ എല്ലാ വണ്ടിയും തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുകയാണ്. വിക്രവും വേദയും ഉണ്ടോ എന്നോ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. പോലീസുകാരടുത്ത് പറയുന്നുണ്ട്, ഒരു വണ്ടിയും ചെക്ക് ചെയ്യാതെ വിടണ്ട, എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ വണ്ടി വിടണ്ട എന്ന് CI പറയണം. അങ്ങനെ വിക്രത്തെയും വേദയും തിരക്കി നെട്ടോട്ടം ഓടുകയാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും. അതുപോലെ തന്നെ CA ഉണ്ട് കൂട്ടിന്.